കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സവോള നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് നീളത്തിലരിഞ്ഞത്, ആവശ്യത്തിനുള്ള മുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചിട്ട് ഒരു 6 വിസിലടിപ്പിച്ച് വേവിച്ചെടുക്കാൻ തുടങ്ങി. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ചതച്ചതും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പൊടിച്ച കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എൻ്റെ ചട്ടിയായതുകൊണ്ട് പെട്ടെന്ന് ചൂട് പിടിക്കും കേട്ടോ. ശേഷം കടല അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇതിനകത്ത് ഇടണം. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കിയത് ഉപ്മാവാണ്. കടലക്കറി ഉപ്മാവ് നല്ല കോമ്പിനേഷനാണ് കേട്ടോ.